it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Chance to discover. You give me reason through every season. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me find a way. Oh, the wonder that awaits. Here we are, forever starts today. പ്രിയപ്പെട്ടവരെ, വിനീതിൻ്റെയും നിഖിതയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഈ അൾത്താരയുടെ മുമ്പിൽ നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളി സ്വീകരിച്ച് ഒരു ജീവിതാവസ്ഥയ്ക്ക് വിവാഹമെന്ന ഉദാശയിലൂടെ അവരെ പ്രവേശിക്കുകയാണ്. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന നമുക്ക് വിനീതിന് വേണ്ടി നിഖിതയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ അവിടെ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് നിഖിത അവിടെ ജോലി ചെയ്യുന്ന സമയമാണ് ഞങ്ങളുടെ ടീം മെമ്പറായത്, പ്രത്യേകിച്ച് നേഴ്സസ് കോർഡിനേറ്ററായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഡിവൈനിലാണുള്ളത്. വിനീത് ഇതിനെ പരിചയപ്പെട്ടതാണെന്നത് അങ്ങനെ വിനീതിനെ പരിചയമുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് സജീവമായി നൽകുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് രണ്ടുപേരും പ്രാർത്ഥിക്കാനുള്ള ദിവസം ഡൽഹിയിലെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ അംഗങ്ങളുടെയും സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും എല്ലാം പ്രാർത്ഥനകളും ആശംസകളും രണ്ടുപേർക്കും ആശംസിക്കുവാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ
കുറിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന മക്കളും ഒന്നുചേർന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത സ്നേഹത്തോടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളായ വധൂവരന്മാരെ സമ്പന്നരാകുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശാലയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെയോടെ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവരെ അനുഗമിക്കും. നിന്റെ മക്കൾ ദേശത്ത് ചുറ്റും സൈന്യമുടകൾ പോലെയും ആയിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുന്നു. നിത്യനായ നിന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടി നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ ഉപേക്ഷിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോട് നൽകുന്ന സഭയെ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാഥനെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വിശ്വസിക്കാം. നമുക്ക് ആഗ്രഹിക്കുന്നു. ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജനകൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ തറയിൽ ചുളിവോ മറ്റു കുറവോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിന്
അവൾ കളങ്കത്തിനെയും പരിശുദ്ധിയും മാറ്റുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊണ്ടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളോട് നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്മ തരുത്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവെന്നു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വിവാഹം എന്നത് ഒരു സന്തോഷത്തിൻ്റെയും വലിയൊരു ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ്. വിവാഹം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടത് ഇന്നത്തെ ദിവസം യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. വിനീതയുടെയും നികിതയുടെയും ജീവിതത്തിൽ ചോദ്യം 2 പേരുണ്ട്. വിവാഹത്തെക്കുറിച്ച് വിനീത് സ്വപ്നം കണ്ടിട്ടുണ്ടോ? നികിത സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ സ്വപ്നങ്ങൾ ഇന്ന് മുതൽ യാഥാർത്ഥ്യങ്ങളായി ജീവിതത്തിൽ മാറാൻ പോകുകയാണ്.
ഇത്രയും മനോഹരമായ സ്വപ്നങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഇന്ന് മുതൽ അത് യാഥാർത്ഥ്യമായിട്ട് ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുക. ആ റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ മാറുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ കാണേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് വിലയിരുത്തി തീരുമാനമെടുക്കുക. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ചിലപ്പോൾ പൊരുത്തപ്പെടാത്ത ചില സാഹചര്യങ്ങൾ കടന്നു. ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ അധികമായി നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ രണ്ടിനെയും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്ന് മുതൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലൂടെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോകുക. വചനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹത്തിൽ നടന്നു, ഒരു കല്യാണം നടന്നു. കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് 4-ാമത്തെ ദിവസം നികിനാണ്. 3-ാം ദിവസം ഈശോയെ കാണാതെ കണ്ടെത്തിയ 4-ാമത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 3 എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വിജയത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമായിട്ട് ബൈബിളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് ഈ വിവാഹമധ്യേ ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് മാത്രമാണ്. ദൈവം നിങ്ങളെ ഇന്ന് മുതൽ ഒരു വലിയ വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ പദ്ധതിയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർത്തിരിക്കും. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വീട്ടിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യർത്ഥനയെ പറ്റി പഠിപ്പിച്ചതായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടുകൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിശുദ്ധായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ വരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നടക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശ ബന്ധിതരാകപ്പെടുന്നു. ഈ കൂദാശയിലൂടെ പരിഗണന ചെയ്തതിന് പുരോഹിതൻ തന്നെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിവർത്തനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിഖിതയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നിഖിത മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിനീതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണവഴി തിരുസഭയെ മതമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുപരമായി അവതരിപ്പിക്കുന്ന ഈ ദാനീയപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുന്നിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളിൽ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അലക്ഷ്യവസ്തുത്താൽ മനുഷ്യാത്മാവിനെ ഈ മന്ത്രികൂടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും
അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ കർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ധാരാളമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കായി നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണം. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ ഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന് നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന അവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പ്രധാനിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയാത്മകമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയാൽ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശകളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞാൻ